ഫഹദ് ഫാസിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പല ഷൂട്ടും ബാംഗ്ലൂരിന്റെ ഔട്ടർ സ്കേർട്സിലാണ് ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തത്. കാരണം ബാക്കിയുള്ള സ്ഥലത്ത് ഹിപ്സ്റ്ററിനെ കാണുമ്പോൾ ആൾക്കാർ കൂടാണ്, ഇവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റണില്ല. അപ്പൊ ഫഹദ് ഫാസിലിന്റെ ബാനറിലുള്ള ഈ മൂവിയില് ഫഹദ് ഫാസിൽ എന്ത് ചെയ്ത് നല്ല അടിപൊളി ക്രൗഡും കാര്യമുള്ള ഒരു 3 ഇൻഫ്ലുവൻസേഴ്സിനെ എടുത്ത് നല്ലൊരു അടിപൊളി വിഷ്വൽ ട്രീറ്റ് ഉള്ള ഒരു പടം കെട്ടതാക്കി. ഇവരൊരു ഇൻഫ്ലുവൻസും കാര്യം കൊണ്ടൊക്കെ കുറെ ആൾക്കാരിലേക്ക് കണ്ടു, പടം ആഘോഷിച്ചു. അങ്ങനെ ഈ റോളിന് 3 സാധാ ഒരു ആൾക്കാരെ ഓഡിഷനിലൂടെ നമ്മൾ എടുക്കാന്ന് വിചാരിച്ചോ, എന്നിട്ട് നമ്മൾ ആൾക്കാരെ കൺവിൻസ് ചെയ്യണം ഈ സിനിമ പോയി കാണാൻ. പക്ഷെ എന്നാൽ ഓൾറെഡി ഓഡിയൻസ് ഉള്ളപ്പോ ഹിപ്സ്റ്റർ പോലത്തെ ഒരാളെ, അവന് കഴിവുണ്ടാവണം, കഴിവുള്ള ഒരാളെ നമ്മൾ ചൂസ് ചെയ്തിട്ട് ആണ് എടുക്കുന്നെങ്കിൽ അവനെ ഈ സിനിമയിൽ അങ്ങ് കാസ്റ്റ് ചെയ്താൽ അവന്റെ കൂടെ അവന്റെ പിന്നാലെ ഓഡിയൻസിനും വരും. മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. ചിരിക്കാനും ചിന്തിപ്പിക്കാനുള്ള 2 ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ എപ്പിസോഡിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആവേശം മൂവിയൊക്കെ കണ്ടിട്ട് അടുത്ത് വരാൻ പോകുന്ന സൂപ്പർ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സ് ആണോ, മൂവി സ്റ്റാർസ് ആകാൻ പോകുന്നത് ഇനി ഇൻഫ്ലുവൻസേഴ്സ് ആണോ, മൂവി ഇൻഡസ്ട്രി ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലുവൻസേഴ്സ് ആണോ, സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സ് ആണോ, അത് US സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ട കുറച്ച് ഇൻസെയിൻ സ്റ്റോറീസിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു സ്കൂൾ സ്റ്റോറി, വളരെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഞങ്ങളുടെ നൊസ്റ്റാൾജിയ സ്കൂൾ സ്റ്റോറിയാണ്, അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ സെമീറിന് ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ട് ഈ എപ്പിസോഡിൽ. So stay tuned, watch the full episode. Saude, roll the intro music. Hey everyone, welcome to the most underrated podcast in Malayalam, After Hours Malayali. Semir, ഞാനിപ്പോ അടുത്തൊരു സ്വപ്നം കണ്ട്. എന്താ സ്വപ്നം എന്ന് വെച്ചാല്, നമ്മളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ ശില്പ, ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ ബാച്ച്മേറ്റ് ആയിരുന്നു. ഞങ്ങൾ സൗദി സ്കൂളിൽ ബോയ്സ് ഉള്ളി സ്കൂളിൽ പഠിച്ചത് കൊണ്ട് ഞങ്ങൾ ബോയ്സ് സെക്ഷൻ വേറെ ഗേൾസ് സെക്ഷൻ വേറെ ആയിരുന്നു. പക്ഷെ ട്യൂഷൻ കൊണ്ട് ഞങ്ങൾ ഒരുമിച്ചിട്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട് ശില്പ ഇവിടെ കാനഡയിലുണ്ട്. അപ്പൊ ഞാൻ കണ്ട സ്വപ്നം എന്താന്ന് വെച്ചാല്, ശില്പ ഞാൻ സൗദിയിലാണ്. ശില്പ സൗദിയിൽ ശില്പന്റെ വീട്ടിൽ ഒരു പാർട്ടി ഹോസ്റ്റ് ചെയ്ത് ഒരു പാർട്ടി ത്രോ ചെയ്യാണ്. ഞാൻ എന്നിട്ട് ഈ പാർട്ടിയിലേക്ക് പോയപ്പോ നീയൊക്കെ ഉണ്ട് അവിടെ, ഫുള്ള് ജില്ല് ജില്ലെന്നായിട്ട് പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് എന്തോ ഒരു സാധനം വീട്ടിൽ പോയി എടുക്കാനുണ്ട്. അപ്പൊ അങ്ങനെ വീട്ടിൽ പോയി എടുക്കാനായപ്പോ ഞാനിങ്ങനെ ഏതായാലും നമ്മളെല്ലാരും ഇന്ന് പാർട്ടി കഴിഞ്ഞിട്ട് ശില്പന്റെ വീട്ടിൽ ക്രാഷ് ചെയ്യാണ്, ഒരു സ്റ്റേ ഓവർ, സ്ലീപ്പ് ഓവർ, പാർട്ടി ഓവർ എല്ലാം ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചിങ്ങനെ എന്നൊരു കാര്യം ചെയ്യാം, എല്ലാവരും കാറും ഇങ്ങനെ വരിവരിയായിട്ടാണ് പാർക്ക് ചെയ്തത്. എന്റെ കാറാണ് മുന്നിൽ എന്നുണ്ട്. ഞാൻ നേരത്തെ ചിലപ്പോൾ പാർട്ടിയിൽ എത്തിയിട്ടുണ്ടാവും, കാരണം എനിക്ക് കുറച്ച് പങ്ക്ച്വാലിറ്റി കൂടുതലാണ്. അപ്പൊ ഞാൻ എന്റെ കാറാണ് ഏറ്റവും മുന്നിലാണ്, ഏറ്റവും ബാക്കിൽ ശില്പന്റെ കാർ എത്താം. അപ്പൊ ഞാൻ ശില്പനോട് പറഞ്ഞു, ശില്പ നിന്റെ ചാവിയും തന്നെ, ഞാൻ വേഗം വണ്ടി പോയിട്ട് എന്റെ സാധനം ഏതായാലും ഞാൻ കണ്ടിട്ട് രാത്രി തിരിച്ചു വരാണ് ഉറങ്ങാൻ, അപ്പൊ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ശില്പ ഓക്കെ തന്നെ. ശില്പ ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ ശില്പക്ക് ഒരു കാറുണ്ട്. ശില്പക്ക് ഒരു കാറുണ്ട്, ഒരു ഗ്രീൻ ഹോണ്ട സിവിക്കറ്റ് ആണ് ശില്പന്റെ കാറ്. ഏതാവട്ടെ ഞാൻ നേരെ വന്നു എന്റെ സൗദിയിൽ ഞാൻ ജനിച്ച് വളർന്ന എന്റെ അപ്പാർട്ട്മെന്റ്. ഇപ്പൊ എന്റെ പേരൻസ് ആ അപ്പാർട്ട്മെന്റിലല്ല നിൽക്കുന്നത്, എനിക്ക് ആ അപ്പാർട്ട്മെന്റായിട്ട് ഒരു വീട് മാറിയിടാം എന്ന് ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ മാറി. ഞാൻ ജനിച്ച 18 വർഷം ഞാൻ ആ ഫ്ലാറ്റിലാണ് നിന്നത്. എനിക്ക് ചൈൽഡ്ഹുഡ് ഹോം എന്ന് പറയുമ്പോൾ അതാണ്, എന്റെ നാട്ടിലെ വീടെല്ലാം ഓർമ്മ വരുന്നത്. പക്ഷെ അതൊന്നും ഇപ്പൊ അവര് മാറി. ആ വീടായിട്ട് എനിക്കിപ്പോ ഒരു ക്ലെയിമും ഇല്ല, അത് ഏതോ ഒരാൾ വേറെ ആരോ താമസിക്കുന്നുണ്ട് ആ വീട്ടില്. അപ്പൊ ആ വീട്ടിലേക്ക് ആണ് ഞാൻ ഡ്രൈവ് ചെയ്ത് പോയി, ഞാൻ പാർക്ക് ചെയ്ത് ഞാൻ മുകളിൽ പോയി സാധനം എടുത്ത് വേഗം താഴേക്ക് വന്ന് നോക്കുമ്പോൾ ശില്പന്റെ വണ്ടി കാണുന്നില്ല. രാത്രി നേരാണ്, ഒരു മനുഷ്യനും ഇല്ല ചുറ്റും. ഞാനിങ്ങനെ ഏതായിരുന്നു ശില്പന്റെ കാറ്. ഞങ്ങളുടെ പോക്കറ്റ് എടുത്ത് നോക്കി, ഹോണ്ടന്റെ കീ ആണ്. അപ്പൊ ഹോണ്ട ആണ്. എന്നിട്ട് ഞാൻ അവിടെ നോക്കി, പച്ച കളറായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ഫുള്ള് തപ്പിയിട്ട് കാണുന്നില്ല. കുറച്ചു കഴിഞ്ഞ് അങ്ങനെ നോക്കുമ്പോണ്ട് ഒരു ട്രക്ക് പോലത്തെ വലിയ കാറുണ്ട്. ആ കാറിന്റെ താഴെ പൊടിഞ്ഞു കിടക്കുന്നുണ്ട് ശില്പന്റെ കാറ്. ഞാനിങ്ങനെ എന്റെ മോനെ, ഇത് ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ഇത് ആയതെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കാം. നോക്കുമ്പോ ചുറ്റൂരും മനുഷ്യർ, ഒരാൾ ട്രക്ക് അങ്ങ് പപ്പടം പോലെ പരത്തിയിട്ടുണ്ട് കാണണ്ടേ. അവിടെ ഞാൻ സ്വപ്നം അവസാനിച്ചു. നീ വിചാരിച്ചിട്ടുണ്ടാവും ഇത് എവിടെയെങ്കിലൊക്കെ എത്തുന്നു, പക്ഷെ സ്വപ്നം അത്ര അങ്ങനെയാണ്. അതുപോലെ നീ വല്ല സ്വപ്നം കണ്ടിട്ടുണ്ടോ ഇപ്പൊ അടുത്ത്?
ഞാൻ ഒരു സ്വപ്നം കണ്ടിരുന്നു, പക്ഷെ എനിക്കത് ഓർമ്മ കിട്ടണില്ല. ഞാൻ കഴിഞ്ഞ ദിവസം മിനിയാന്ന് ഞാൻ വേറൊരു സ്വപ്നം കണ്ടു. മിനിയാന്ന് ഞാൻ കണ്ട സ്വപ്നം എന്താന്ന് വെച്ചാല്, ഞാൻ വീണ്ടും സൗദിയിലാണ് ഞാൻ തിരിച്ചെത്തിയിട്ട് ഞാനൊരു ഇൻഫ്ലുവൻസർ, ഭയങ്കര പ്രഗത്ഭനും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയി മാറിയിട്ടുണ്ട് സൗദിയിൽ. അങ്ങനെ എനിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ വീട്ടിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഡിന്നർ പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് എനിക്കൊരു ഇൻവിറ്റേഷൻ. ഞാൻ എന്നിട്ട് എന്റെ ബ്രദറിന്റെ കൂടെ ആരോ കൂടെ ഞാന് ക്രിസ്ത്യാനോന്റെ വീട്ടിൽ പോയി. ക്രിസ്ത്യാനോന്റെ വീട് എന്ന് പറയുന്ന മാൻഷൻ, കൊട്ടാരം, അങ്ങനെയാവും നിൽക്കുന്നത്. അങ്ങനെ പോയിട്ട് പല പല സെക്ഷൻ, പല ഇത് ഓപ്പൺ ഹൗസ് ടൂർ പോലെ ആർക്കും കാണാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇതേ സമയത്ത് ഞങ്ങൾ പോയിട്ട് ഓരോ റൂം എന്ന് പറഞ്ഞാല് 1 ഹൈറ്റ്, അങ്ങനത്തെ കൊട്ടാരം പോലത്തെ വീട്. എന്നിട്ട് എനിക്ക് ഇതൊക്കെ വ്ളോഗ് ചെയ്യണം, അതൊക്കെ എന്റെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടണമെന്നുണ്ട്. പക്ഷെ അതേസമയം ക്രിസ്ത്യാനോന്റെ ഒരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഞാൻ അറിയിക്കാൻ പാടില്ലല്ലോ. പിന്നെ ഞാൻ പിന്നെ സ്റ്റോറി ഇട്ട് ക്രിസ്ത്യാനോക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി അടുത്ത ഡിന്നർ പാർട്ടിക്ക് വിളിച്ചില്ലെങ്കിലോ, ഇവനെല്ലാം കണ്ടതൊക്കെ കൊണ്ടേ സ്റ്റോറി ഇടുന്നുള്ള പേര് വന്നാലോ. അതുകൊണ്ട് അങ്ങനെ ക്യാമറ എടുക്കണ്ടേ ഇനിയിപ്പോ ഞാൻ വീഡിയോ എടുക്കുന്നവർ കണ്ടാൽ, ഞാൻ സ്റ്റോറി ഇട്ടില്ലെങ്കിലും ഇവനെ ഈ പരിപാടിക്കൊന്നും എടുക്കണ്ടെന്ന് തോന്നല. അങ്ങനെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പോണ്ട് പെട്ടെന്ന് സ്വപ്നല്ലേ, എന്തും നടക്കാലോ. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ തിരിഞ്ഞപ്പോണ്ട് ഓണസദ്യ പാർട്ടി ആയിപ്പോയി ഗൈസ്. മാവേലിയും പായസവും ചോറും, നമ്മുടെ സൗദിയിലെ മലയാളി കമ്മിറ്റി ഒക്കെ ഉണ്ട് അവിടെ, KMCC ഒക്കെ പോലത്തെ. അങ്ങനെ സ്വപ്നം അങ്ങനെ തോന്നിയ രീതിയിൽ അങ്ങനെ വീണ്ടും ഇവോൾവ് ചെയ്ത് പോയി. അങ്ങനെ ഞാനങ്ങ് ഉണർന്നു പോയി. അതാണ് ഞാൻ കണ്ട വേറൊരു സ്വപ്നം. ഇനി നിന്നോട് ഞാൻ ചോദിക്കാം, നിനക്ക് വല്ല സ്വപ്നം ഓർമ്മ വരുന്നുണ്ടോ? സ്വപ്നങ്ങളായിട്ട് എനിക്ക് അങ്ങനെ ഓർമ്മ ഒന്നും വരുന്നില്ല. പക്ഷെ ഈ ഇൻഫ്ലുവൻസറിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. നീ ആവേശം സിനിമ കണ്ടോ? ഇല്ലടാ. ഓക്കെ, ഞാൻ മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടോ? എങ്ങനെയുണ്ട്? സെറ്റ്. ഞങ്ങള് നാസിന്റെ കൂടെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുമ്പോ ജയാൻ മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടിട്ടില്ലായിരുന്നു. ആ എപ്പിസോഡിന്റെ ലിങ്ക് ആണെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ആവേശം മൂവി കണ്ടപ്പോ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താന്ന് വെച്ചാല്, ആവേശത്തിലെ മെയിൻ 3 ലീഡ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അതില് ഹിപ്സ്റ്റർ ആണെങ്കിൽ ഗെയിമിങ്ങും ഒമേഗിള് സ്ട്രീമിങ് അങ്ങനെയൊക്കെ ചെയ്താണ്ട് ഭയങ്കര ആദ്യത്തെ വീഡിയോ ആണ് ഇന്നലെ സെഹീൻ എനിക്ക് കാണിച്ചത്. എനിക്ക് സെഹീനോട് പറഞ്ഞു ഇവൻ ഇൻഫ്ലുവൻസർ ആണ്, ഇവനാണ് ആവേശത്തിൽ അഭിനയിച്ചത്. ഞാന് ലൈക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഫിലിമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് അറിയുന്നത് ഇവൻ അഭിനയം എങ്ങനെയുണ്ട്. അഭിനയം നല്ല അഭിനയ. കാരണം ഇവര് സെലക്ഷൻസും കാര്യമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവരെ എടുത്തത്. ജസ്റ്റ് ഇൻഫ്ലുവൻസറാ വിചാരിച്ച് എടുത്തതല്ല. പിന്നെ അതേപോലെയുള്ള 2 പയ്യന്മാര് അതില് വില്ലനായി, അതായത് ഇവരെ മൂവിയില് സീനിയർ ആയിട്ട് വില്ലനായിട്ട് അഭിനയിച്ച ഒരു പയ്യൻ ഒക്കെ ഉണ്ട്. ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സാ. അപ്പൊ എല്ലാരും ഇങ്ങനെ കുറെ ആൾക്കാർ, കുറെ വേറെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത്, അതായത് ആൾക്കാര് ഇവരെ കോണ്ടന്റും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇട്ടിട്ട് ഇവരൊരു ബിഗ് സ്ക്രീനിലെത്തി, സോഷ്യൽ മീഡിയന്റെ ഹാർഡ് വർക്കാണ് അല്ലെ, സോഷ്യൽ മീഡിയന്റെ ബ്ലെസ്സിങ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാരിട്ട്. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ റിയലൈസ് ചെയ്തത് എന്താ അറിയോ, ഞാൻ ഈ ഇടക്കിടക്ക് ഓരോ സ്നിപ്പെറ്റ്സ് കാണും ഫഹദ് ഫാസിലിന്റെ ആവേശത്തിലെ മൂവിന്റെ പ്രൊമോഷന്റെ ഓരോ ഇതൊക്കെ. അപ്പം ഒരു സ്നിപ്പെറ്റില് ഫഹദ് ഫാസിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പല ഷൂട്ടും ബാംഗ്ലൂരിന്റെ ഔട്ടർ സ്കേർട്സിലാണ് ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തത്. കാരണം ബാക്കിയുള്ള സ്ഥലത്ത് ഹിപ്സ്റ്ററിനെ കാണുമ്പോൾ ആൾക്കാർ കൂടാണ്, ഇവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റണില്ല. അപ്പം ഞാൻ മനസ്സിലാക്കി എന്താ വെച്ചാല്, എല്ലാരും, എനിക്കറിയില്ല എല്ലാരും എങ്ങനെ വിചാരിച്ചത്, പക്ഷെ 90% ആൾക്കാരുടെ ഒരു POV ഞാൻ ഗസ് ചെയ്യാണ്, പ്രോബബ്ലി ഇങ്ങനെ ആയിരിക്കും. 90% ആൾക്കാരും ഇവര് സോഷ്യൽ മീഡിയയിൽ ഇത്രക്കും കോണ്ടന്റും കാര്യമൊക്കെ ചെയ്ത് വൻ ഹിറ്റായി ഇവർക്ക് മൂവിയിൽ ചാൻസ് കിട്ടിയെന്നുള്ള. പക്ഷെ എന്റെ POV എനിക്ക് മനസ്സിലായ എന്താ വെച്ചാല്, ഫഹദ് ഫാസിലിന്റെ ബാനറിലെ മൂവി, അതായത് നസ്രിയ നാസിമാണ് പ്രൊഡ്യൂസർ ഫഹദ് ഫാസിൽ. അപ്പൊ ഫഹദ് ഫാസിലിന്റെ ബാനറിലുള്ള ഈ മൂവിയില് ഫഹദ് ഫാസിൽ എന്ത് ചെയ്ത്, നല്ല അടിപൊളി ക്രൗഡും കാര്യമുള്ള ഒരു 3 ഇൻഫ്ലുവൻസേഴ്സിനെ എടുത്ത് നല്ലൊരു അടിപൊളി വിഷ്വൽ ട്രീറ്റ് ഉള്ള ഒരു പടം കെട്ടതാക്കി. ഇവരൊരു ഇൻഫ്ലുവൻസും കാര്യം കൊണ്ടൊക്കെ കുറെ ആൾക്കാർ പടം കണ്ടു, പടം ആഘോഷിച്ചു. അങ്ങനെ അതായത് ഇവര് ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളും കോണ്ടന്റും കാര്യമൊക്കെ ഉണ്ടാക്കിയിട്ട് സിനിമയിലോട്ട് എത്തിയതല്ല.
ഫഹദ് ഫാസിലും ടീമും ആ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ ഒരു ഇത് നമുക്ക് യൂട്ടിലൈസ് ചെയ്തുകൂടാ ഇല്ല. അത് തന്നെയല്ലേ അവരുടെ ഒരു വീഡിയോസ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഓഡിയൻസിന് ഉണ്ടായത് കൊണ്ട് ഫഹദ് ഫാസിൽ ആ ഓഡിയൻസിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിവുണ്ടായതുകൊണ്ട് ഇവരെടുത്തു. അതെ, ബോത്ത് ആർ ട്രൂ ഇൻ സിമ്പിൾ ടേംസ് അതാണ്. പക്ഷെ കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇവർ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തോണ്ട് ഇവിടെ എത്തി അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഉള്ളത്. രണ്ട് POVസും കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ ഇങ്ങനെ പറയാം, സംഭവം എന്താന്ന് വെച്ചാല് ഇപ്പം നമ്മളിപ്പം ഈ റോളിന് 3 സാധാ ഒരു ആൾക്കാരെ ഓഡിഷനിലൂടെ നമ്മൾ എടുക്കാന്ന് വിചാരിച്ചോ, എന്നിട്ട് നമ്മൾ ആൾക്കാരെ കൺവിൻസ് ചെയ്യണം ഈ സിനിമ പോയി കാണാൻ. പക്ഷെ എന്നാൽ ഓൾറെഡി ഓഡിയൻസ് ഉള്ളപ്പോ ഹിപ്സ്റ്റർ പോലത്തെ ഒരാളെ, അവന് കഴിവുണ്ടാവണം, കഴിവുള്ള ഒരാളെ നമ്മൾ ചൂസ് ചെയ്തിട്ട് ആണ് എടുക്കുന്നെങ്കിൽ അവനെ ഈ സിനിമയിൽ അങ്ങ് കാസ്റ്റ് ചെയ്താൽ അവന്റെ കൂടെ അവന്റെ പിന്നാലെ ഓഡിയൻസിനും വരും. മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ കുറെ ആൾക്കാർ ഈ ഹോളിവുഡിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ലൈസ കോഷി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്രിയേറ്റേഴ്സിനൊക്കെ ഇതേപോലെ ആൾക്കാർ ഹയർ ചെയ്യുന്നുണ്ട്. ആഡിസൺ റേ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ടിക്ടോക്കർ ഉണ്ടായിരുന്നു, അവളെ ഇതേപോലെ മൂവിയിൽ ഹയർ ചെയ്തിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ ഇവർക്ക് അഭിനയിക്കാൻ കഴിയില്ല എന്നല്ല, ഇവർക്ക് ചിലപ്പം കഴിവ് അല്ലെ ആക്ടിങ് സ്കിൽ 8/10 ആയിരിക്കാം, പക്ഷെ അപ്പം മൂവിയില് മെയിൻ കാര്യം എന്ന് വെച്ചാല് മിക്ക കൊമേഴ്ഷ്യൽ മൂവീസിനും റിസൾട്ടാണ്. അതായത് ബോക്സ് ഓഫീസിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നതാണ്. ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്യണമെങ്കിൽ ആൾക്കാർ കാണണമെങ്കിൽ ഓൾറെഡി ഓഡിയൻസ് ഉള്ള ആൾക്കാർ ചൂസ് ചെയ്യുന്നതല്ല ബെസ്റ്റ്. അതാണ് അതിന്റെ റീസൺ. അതെ, പക്ഷെ ഞാൻ അങ്ങനെ ആലോചിക്കും, ഹൂ വുഡ് ഹാവ് തോട്ട് ലൈക്ക് ഫിലിം ഇൻഡസ്ട്രി ഇങ്ങനെ ഒരു രീതിയിലൊക്കെ ആയി മാറുന്നുള്ളത്. ഗുഡ് ഫോർ ഓൾ ദി ഇൻഫ്ലുവൻസേഴ്സ്. അതേപോലെ തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പം ഈ ലോയൽറ്റി വൈസ് നോക്കുകയാണെങ്കിൽ മൂവി സ്റ്റാർസിനേക്കാളും ലോയൽറ്റിയും ഡെപ്തും കണക്ഷനും ഒക്കെ ഇൻഫ്ലുവൻസേഴ്സിനോടാണ് സാധാരണക്കാർക്കുള്ളത്. അതുകൊണ്ടാണ് നെറ്റ്ഫ്ലിക്സ് ഇപ്പം സൈഡ്മെൻ KSI എന്നൊക്കെയുള്ള ഇവരെ സൈഡ്മെന്റെ ഒരു ഡോക്യുമെന്ററി എന്തോ ഇവരെ ഇറക്കി. അതുപോലെ മിസ്റ്റർ ബീസ്റ്റ് ബെസ്റ്റ് ഗെയിം ഷോ എവർ എന്നുള്ള രീതിയിൽ ആമസോണിൽ കൊണ്ടുവരാൻ പോവാണ്. അതുപോലെ ഇവരിങ്ങനെ നെറ്റ്ഫ്ലിക്സ് ഇങ്ങനെ സ്ട്രീമിംഗ് സർവീസ് ഡിസ്നി ഇവരൊക്കെ ഈ ഇൻഫ്ലുവൻസേഴ്സിന് ടാലന്റിനെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സോഷ്യൽ മീഡിയന്റെ ഏജ് ആയതുകൊണ്ട് മൂവി ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂവി ഇൻഡസ്ട്രി. ആൾക്കാർക്ക് അതിനുള്ള സമയമല്ല, അതിനുള്ള അറ്റൻഷൻ ഇല്ല, ഡെപ്തും കണക്ഷനും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പല ഷോസും ഇതേപോലെ എന്താ വലിയ വലിയ ബ്ലോക്ക് ബസ്റ്റർ നടന്മാരെ വെച്ചിട്ടും ആ സിനിമ അങ്ങ് ഹിറ്റ് ആവുന്നില്ല. മനസ്സിലായി. അപ്പൊ അവര് ഇൻഫ്ലുവൻസേഴ്സിലേക്കാണ് തിരിയുന്നത്. സമീറ, നിന്റെ മറ്റേ ലവ് സ്റ്റോറിന്റെ മൂവി ഇറക്കണം, ഒരു 5-6 കൊല്ലം കഴിയട്ടെ. ഞാനൊരു പ്രൊഡ്യൂസറിനെയും ഒരു നല്ലൊരു തിരക്കഥാകൃത്തിനെയും ഡയറക്ടറിനൊക്കെ തപ്പി ഇറങ്ങുന്നു. ഒരു ടീം ഞാൻ ബിൽഡ് ചെയ്യും. നീ നിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നല്ലോ, നമ്മള് സ്വിസ് ബാങ്കിന്റെ ഒരു ഡാർക്ക് സീക്രറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. സാധാരണ ജയാനാണ് എന്നോട് എപ്പോഴും പറയല്, എടാ ഈ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, അതായത് ഫാക്ട്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഫാക്ച്വൽ ഒക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ റിസർച്ച് ചെയ്തിട്ട് ഞാൻ പറയാറ്. സെമീറാണ് പൊതുവെ ഞാൻ അവിടുന്ന് എന്തോ ഇങ്ങനെ കേട്ടു, അതായത് ഇവിടുന്ന് അങ്ങനെ കേട്ടു. ഞാൻ ഇതിനായിട്ട് റിസർച്ച് ചെയ്യല്ല, പക്ഷെ നമ്മളിങ്ങനെ സംസാരിച്ചു വരുമ്പോ എന്റെ ഉള്ളിലുള്ള വിജ്ഞാനം ഞാൻ ഇങ്ങനെ പകർന്നു കൊടുക്കുന്ന രീതിയിലാണ്. ആ ഉള്ളിലെ വിജ്ഞാനം ചിലപ്പോ തെറ്റിപ്പോറുണ്ട്. ഉള്ളിലെ വിജ്ഞാനം എന്റേത് തെറ്റാറില്ല, പക്ഷെ അതില് ഞാൻ ചിലപ്പോ ഒരു പേര് ഇടൂല, അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഡേറ്റ് ഇടൂല, അങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ അടുത്ത് പറഞ്ഞു എഡ്യൂക്കേഷണൽ പോഡ്കാസ്റ്റ് അല്ലല്ലോ, ഞങ്ങളൊരു നേരം പോക്കിനെ തുടങ്ങിയ പോഡ്കാസ്റ്റ് അല്ല. അതെ, അപ്പൊ സെമീർ ഇപ്പൊ അടുത്ത് പറഞ്ഞിരുന്നു സ്വിസ് ബാങ്കില് ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ പോയി ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവർ നമ്മളെ പേരോ ഐഡന്റിറ്റിയോ കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സെമീർ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അതിലേക്ക് കൂട്ടിയിട്ട് ഞാനും കേട്ടിട്ടുള്ള അറിവ് ഞാൻ പകർന്നു കൊടുത്തു. ഞാൻ പറഞ്ഞു ഒരു ക്യാച്ച് ഉണ്ട്. എന്താ ക്യാച്ച് എന്ന് വെച്ചാൽ നമ്മൾ മരിച്ചു പോവാണെങ്കിൽ അവർ അത് ഫുൾ അങ്ങ് എടുക്കും, അത് നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പൊ നമുക്ക് എന്തും ബ്ലാക്ക് മണി എന്ത് വേണമെങ്കിലും നമുക്ക് അതിന് സൂക്ഷിക്കാം. പക്ഷെ അവർ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല, നമ്മൾ ആരാന്നും ചോദിക്കില്ല. പക്ഷെ അവര് ഈ നമ്മൾ മരിച്ചത് ഫുൾ എടുക്കും. അത് കംപ്ലീറ്റ്ലി റൈറ്റ് ഇൻഫർമേഷൻ അല്ലായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വിസ് ബാങ്കിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ നമുക്ക് ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് അവർ നമ്പേർഡ് അക്കൗണ്ട് എന്നുള്ള ഒരു സംഭവമാണ് ആക്കുക. അതായത് നമ്മളുടെ ഐഡന്റിറ്റി പുറത്ത് കൊടുക്കില്ല. അപ്പൊ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റിയും പ്രൊഫഷണലിസം ഭയങ്കരമാണ്.
അതാണ് ഒന്ന്. പക്ഷെ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് പറഞ്ഞതല്ല, പക്ഷെ എന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് ഇതായിരുന്നു. പിന്നെ പക്ഷെ അതും ഇപ്പോ ആൾക്കാർ പറയുന്നുണ്ട്, ഗവൺമെന്റ് ചോദിച്ചാൽ ഇവര് പറഞ്ഞു കൊടുക്കും, അങ്ങനൊക്കെ കുറച്ച് കാര്യങ്ങളിൽ എക്സെപ്ഷൻ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈയിൽ അതൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ മരിച്ചു പോയാൽ അവർ ഫുൾ സാധനം എടുക്കുക എന്നുള്ളത്, ഫുൾ സാധനം എടുക്കും. നമ്മൾ നമ്മളുടെ അനന്തരാവകാശിയായിട്ട് ആരെങ്കിലും, നോമിനീസ് ബെനിഫിഷ്യറി ആയിട്ട് ആരും കൊടുത്തില്ലെങ്കിൽ അവർ ഫുൾ സാധനം എടുക്കും. പിന്നെ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇമ്മീഡിയറ്റ്ലി ഫ്രീസ് ആകും, സ്കാമും ഫ്രോഡും എന്നൊക്കെ തടയാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ബെനിഫിഷ്യറീസും വരൊക്കെ വന്നാൽ ആ പൈസ കൊടുക്കുന്നതാണ്. അതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നത്, ഞങ്ങൾ പറഞ്ഞതിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു മിസ്റ്റേക്ക്. അതെ, പിന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി പറഞ്ഞാല് മിസ്റ്റേക്ക് തിരുത്തുക എന്നാണ്. അതെ, അത് ഞങ്ങൾ ചെയ്തു. അതെ, നമ്മൾ ചെയ്തത് ശരിയാണ്. നമുക്ക് ഈഗോ ഒന്നുമില്ല. സെമീർ പറഞ്ഞോളൂ, ഇത് എഡ്യൂക്കേഷണൽ പോഡ്കാസ്റ്റ് അല്ല, തെറ്റൊക്കെ പറ്റും. അതെ, കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെ പോഡ്കാസ്റ്റിൽ നമ്മൾ കുറെ പറഞ്ഞിട്ടുണ്ട്, ഞാനും സാനും ചായ കുടിക്കലില്ല, ഞാനും സാനും കാപ്പി കുടിക്കലില്ല, കോഫി, ഞങ്ങൾ ഹോട്ട് ബെവറേജസ് കുടിക്കാറേ ഇല്ല, ഞങ്ങള് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ ഷോപ്പിൽ ഞാൻ ക്യാപ്പുച്ചീനും ഫ്രാപ്പുച്ചീനും സെല് ചെയ്യുന്നുണ്ട്. അത് ഉണ്ടാക്കാൻ പറഞ്ഞാല് എനിക്ക് ഈ സാധനം, ഞാൻ പ്രാവശ്യം ക്യാപ്പുച്ചീനും ഉണ്ടാക്കി ഞാൻ വായിൽ വെച്ച് ഞാൻ തുപ്പി. പക്ഷെ എന്നിട്ട് ഞാൻ സെഹീന് കൊടുത്തു. സെഹീൻ ഭയങ്കര കോഫി ഡ്രിങ്കറാ. സെഹീനെ കുറിച്ചിട്ട് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഫ്രാപ്പുച്ചീനോ എനിക്ക് ഇഷ്ടമാണ്. അത് മറ്റേ മിൽക്ക് ഷേക്ക് ഒക്കെ പോലത്തെ ഒരു സംഭവം. കാപ്പുച്ചീനും മിൽക്ക് ഷേക്ക് പോലെ തന്നെ, ഫോമിങ് ക്രീം ഒക്കെ ഇട്ടിട്ട്. കോൾഡ് ആണ്, രണ്ടും കോൾഡാ. അങ്ങനെ കോൾഡ് ആണ് എനിക്ക് ഇഷ്ടം കേട്ടോ. കോൾഡ് കോഫീസ് ഒക്കെ എന്നിട്ട് ഞാൻ പറയാനുണ്ടായ കാരണം എന്താന്ന് വെച്ചാല്, ഞാൻ എന്റെ ലൈഫില് ആദ്യമായിട്ട് ബ്ലാക്ക് കോഫി കുടിക്കാനിടണ്ടായി. ബ്ലാക്ക് കോഫി കുടിച്ചില്ല? അതായത് കട്ടൻ കാപ്പി കുടിക്കാന്നുള്ള രീതിയിൽ കുടിച്ചിട്ടില്ല. മൈൻഡൊക്കെ വെച്ച് ഇന്റൻഷനിൽ ടേസ്റ്റ് ഇങ്ങനെ നോക്കാൻ വേണ്ടി ഒരു ടേസ്റ്റ് എനിക്കറിയാം, പക്ഷെ എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ കുടിച്ചിട്ടില്ല. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ മെൻഷൻ ചെയ്തിരുന്നു എന്റെ വർക്ക് ഷെഡ്യൂൾ പറഞ്ഞാല്, പോകുന്നു 6 ദിവസം നിനക്ക് വർക്ക് ഉണ്ട്, പക്ഷെ 4 ദിവസം നിനക്ക് ആഴ്ചയിൽ അവധിയാണ്. അതായത് രാവിലെ പോകുന്നു, രാത്രി പോകുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ ഒരു ദിവസം എനിക്ക് ഉറക്കൊന്നും ശരിയാവാനായിട്ട് രാത്രിക്കത്തെ വർക്കിന് പോകാനങ്ങട്ട് ഇതാവണില്ല. അതെ, അപ്പൊ എനിക്ക് ഓർമ്മ ഉണ്ട്, ഒരു എപ്പിസോഡില് നീ പറഞ്ഞിട്ടുണ്ട്, ഈ മെക്ഡൊണാൾഡ്സില് ഇങ്ങനെ മോൺസ്റ്ററിന്റെ ഡ്രിങ്ക് ആയിട്ടും ഇതൊക്കെ ആയിട്ട് വരുന്നവരൊക്കെ എന്ത് ലൂസേഴ്സ് ആണ് അവര് എന്നൊക്കെ നമ്മള് പറഞ്ഞിട്ടുണ്ട്. അതല്ല, നമ്മളത് പറഞ്ഞത് എപ്പോഴാന്ന് വെച്ചാൽ, ഇവര് സ്ഥിരമായിട്ട് ഓവർനൈറ്റ് ഷിഫ്റ്റിന് വരുമ്പോ കയ്യിലൊരു മോൺസ്റ്ററും ആയിട്ട് എനർജി ഡ്രിങ്ക് ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. അതായത് ഇതാണ് അവരുടെ റൂട്ടീന്റെ ഭാഗത്ത്. കിഡ്നിക്കും നമ്മുടെ ഹെൽത്തിനൊക്കെ ഭയങ്കര ബാഡാണ്. അങ്ങനെ ഞാൻ അന്ന് ഒരു ബ്ലാക്ക് കോഫി ടിമ്മിന്ന് മേടിച്ച്, അതും നമുക്ക് ടിമ്മിൽ കോഫി ഓർഡർ ചെയ്ത് ശീലമില്ലല്ലോ. അപ്പൊ എനിക്കറിയില്ല ഷുഗർ ഇടണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഷുഗർ വേണം എന്ന് മെൻഷൻ ചെയ്യണം. മെക്ഡൊണാൾഡ്സ് വർക്ക് ചെയ്തോണ്ട് എനിക്കറിയാം. എനിക്ക് അതറിയില്ല. ഞാൻ പോയിട്ട് ഒരു സ്മോൾ ബ്ലാക്ക് കോഫി അവര് ഡ്രൈവ് ത്രൂല് തന്നു. അങ്ങനെ ഞാൻ കുടിച്ചപ്പോ നല്ല കയ്പും റോ കോഫി ടേസ്റ്റ്. പക്ഷെ എനിക്ക് നിവർത്തില്ല, കാരണം എനിക്ക് എന്താ വെച്ചാൽ ഉണർന്നിക്കാനാ. അങ്ങനെ ഞാനത് ഫുള്ള് കുടിച്ചു. ആ രാത്രി ഞാൻ എനർജിയിലെ ആക്ച്വലി വർക്ക്സ്. അപ്പൊ പിന്നെ എനിക്ക് പേടിയായി. ഞാൻ ഈ ഹാക്ക് കണ്ടുപിടിച്ചാല് എന്നൊക്കെ എനിക്ക് ഉറക്കം ഒരു സ്ലൈറ്റ്ലി ഇൻകൺവീനിയൻസ് ആണോ അപ്പൊ തന്നെ ഞാൻ പോയി കുടിക്കാനുള്ള ടെൻഡൻസി കൂടും. പക്ഷെ സംഭവം ഇറ്റ് വർക്ക്സ്. വെറുതെ ആൾക്കാരിത് കുടിക്കണുള്ള മനസ്സിലായി. അപ്പൊ അത് ഞാൻ അപ്പൊ തന്നെ ഞാൻ പോഡ്കാസ്റ്റിന്റെ നോട്ട്സിൽ എഴുതി വെച്ചതാ. ഞാനിപ്പോ പോഡ്കാസ്റ്റിൽ പറയാം. ടൊറോണ്ടോയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോ ഞാനൊരു മൈമിനെ കണ്ടു. മൈമ് എന്ന് വെച്ചാല് ഇങ്ങനെ സംസാരിക്കില്ല, ആംഗ്യ ഭാഷയിലെ ഒരു ജോക്കർ, ഒരു ആക്ട് ഒക്കെ ചെയ്യുന്ന. ഞാൻ പക്ഷെ ഇയാളെ കണ്ടപ്പോ ഞാൻ അങ്ങനെ ആലോചിച്ചു. അതായത് മൈം എന്ന് പറഞ്ഞാല് മുഖത്ത് ഫേസ് പെയിന്റ് ഒക്കെ ഇട്ട് ഒരു ജോക്കർ അല്ലെങ്കിൽ ഒരു ക്ലൗണിന്റെ ഔട്ട്ഫിറ്റ് ഒക്കെ സ്ട്രീറ്റിൽ ചിലപ്പം ഈ നടക്കുന്ന ആൾക്കാരെ വാക്കിംഗ് സ്റ്റൈൽ ഇമിറ്റേറ്റ് ചെയ്യാ, അല്ലെങ്കിൽ ആൾക്കാരെ ഇങ്ങനെ എന്റർടൈൻ ചെയ്യാൻ നോക്കുക. പക്ഷെ കുറെ മിക്ക ആൾക്കാർ ഇവരെ മൈൻഡേ ഇല്ല. മിക്ക ആൾക്കാർ ഇവനെന്തീ കാണിക്കുന്നേ എന്നൊക്കെ തോന്നി. എനിക്ക് ആദ്യം അങ്ങനെ തോന്നി. പിന്നെ ദിസ് ഈസ് വാട്ട് ഹി ഡസ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഒരാൾ ഈ മൈം എന്നുള്ള ആ ഒരു ജോബിൽ അറൈവ് ചെയ്യുന്നത്? എന്തായാലും എനിക്ക് ലിറ്ററലി അയാളോട് പോയിട്ട് നീ ഒന്നും ഇങ്ങോട്ട് വന്നേ, എങ്ങനെയാണ് നീ ഇതിന്റെ പ്രൊഫഷണൽ, ലൈക്ക് ഇതാണ് എന്റെ സാലറി, എന്റെ ജീവിതം ഈ ഒരു വരുമാന മാർഗത്തിലൂടെയാണ് ഞാൻ ചോദിച്ചൂടായിരുന്നോ? ചോദിക്കാനോ?
സംസാരിക്കൂലല്ലോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാ? പക്ഷെ എന്റെ ഒരു ഗസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ മൂപ്പര് ആർട്ടായിട്ട് ഭയങ്കര റിലേറ്റഡ്, വല്ല ഡ്രാമ സ്കൂളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളാവും. അപ്പം ഇയാൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇയാളിങ്ങനെ, നമ്മളിപ്പം എപ്പോഴും നമ്മളെന്താ നോക്കുക, ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്കിൽസ് ആണ് നമ്മളെ കയ്യിലുള്ളത്, എങ്ങനെയാണ് അത് നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മളെ കണ്ടില്ല, നമുക്ക് സംസാരിക്കാനുള്ള സ്കില്ലാണ് നമുക്കുള്ളത്. അപ്പൊ ഒറ്റ നോട്ടത്തിലാണ് നോക്കിയപ്പോ മൂപ്പർക്ക് തോന്നിയിട്ടുണ്ടാവും കുറച്ച് അഭിനയിക്കാൻ അറിയാം, പക്ഷെ സ്ട്രീറ്റിൽ പോയിട്ട് ഇപ്പൊ എങ്ങനെ അഭിനയിക്കുക, ഓക്കെ മൈം, അതൊരു നല്ല ഐഡിയ. ശരി കേട്ടോ, ഷെർലോക്ക് ഹോംസ്. അങ്ങനെ ആയിരിക്കണം, ഒരു മോസ്റ്റ് പ്രോബബ്ലി ഇതായിരിക്കണം അയാളുടെ ഒരു റൂട്ട്. പിന്നെ എല്ലാരും ജീവിക്കാൻ വേണ്ടിട്ടൊക്കെ ഓരോ പ്രാരാബ്ദം ഞെട്ടോട്ടല്ലേ. സത്യം പറയുകയാണെങ്കിൽ നമ്മള് ഈ വർക്ക് ഒക്കെ ചെയ്തു തുടങ്ങുമ്പോഴാണ് ഓരോ ആൾക്കാരെ വർക്കിലും അവരിലൊരു, അതായത് എല്ലാത്തിനും അതിനൊരു റെസ്പെക്ട് മനസ്സിലാവും. കാരണം ഓരോരുത്തർ ഈ ജോലി ചെയ്യണ വൈറ്റ് കോളർ ജോബ്സ് അല്ല, ബ്ലൂ കോളർ ജോബ്സ് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാ ജോബിനോടുള്ള ഒരു റെസ്പെക്ട് വരുന്നത്. വൈറ്റ് കോളർ ജോബ് വരുമ്പോൾ എനിക്ക് എല്ലാ ജോബിനോടും നമുക്ക് റെസ്പെക്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. എസിലൊക്കെ കംഫർട്ട് സോണിൽ നല്ല രീതിയിൽ ഇരുന്ന് വർക്ക് ചെയ്യാണല്ലോ. അതേപോലെ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന് ടൊറോണ്ടോക്ക് വന്നപ്പോ ഞാന് ഒരു കപ്പിളിന് ഇതേപോലെ ലിഫ്റ്റ് കൊടുത്തിരുന്നു. അപ്പൊ ഇത് ലൈക്ക് നമ്മള് ഓൺലൈൻ സർവീസസ് ആണ്. നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഐം ഡ്രൈവിംഗ് ഹിയർ ടുഡേ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കും, ഞാനും വന്നോട്ടെ, നമുക്ക് ഗ്യാസ് സ്പ്ലിറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ട് റൈഡ് ഷെയറിങ് പോലെയുള്ള സംഭവം. അപ്പൊ ഞാൻ ഏതായാലും ടൊറോണ്ടോ വരികയാണ്. കുറെ ഏതായാലും ടൊറോണ്ടോ വരികയാണ്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച ഇത് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്കൊരു ലേഡിയെ മെസ്സേജ് അയച്ചത്, ഒരു വൈറ്റ് ലേഡി. അപ്പോൾ വൈറ്റ് ലേഡി മെസ്സേജ് പറഞ്ഞ് ഞങ്ങൾ ഇന്ന ഇങ്ങനെ സ്ഥലത്തു നിന്നാണ്, ഞങ്ങൾ 2 പേരുണ്ട്, പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ഓക്കെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എന്റെ ഫ്രണ്ട് ഗ്രേസും കൂടിയാണ് സയാന്റെ അടുത്തേക്ക് വന്നത്. അപ്പൊ എന്റെ വണ്ടിയിൽ 2 സ്പേസ് ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഇവര് മറ്റേ സൂട്ട് കേസും ലഗേജ് ഒക്കെ ആയിട്ടാ വരുന്നത്. എന്നിട്ട് ഈ പെണ്ണ് പറഞ്ഞ് ഐം സോറി ഐ ഡിഡ്ന്റ് മെൻഷൻ ദിസ്. പക്ഷെ എനിക്ക് സീരിയസ് ചെയ്തു, കാരണം വണ്ടിയില് ബാക്കിൽ 2 ആൾ ഇരുന്നാലും നടുവിലൊരു ഗ്യാപ്പ്, ലഗേജ് അല്ല വെച്ചോട്ടെ ഉള്ള രീതിയിൽ. എന്നിട്ട് ഇവര് കേറി ഇരുന്ന്, അപ്പൊ ഇവർ 2 പേരും അവരുടെ ഒരു 30s ആയിരിക്കും കേട്ടോ. അപ്പം പിന്നെ ഇങ്ങനെ കേറി ഇരുന്ന് വൈറ്റ്സ് ആണ്. അപ്പൊ നീ പറഞ്ഞ പോലെ നമുക്ക് വല്ലപ്പോഴാണല്ലോ ഈ ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടുന്ന ചാൻസസ്. അപ്പൊ അത് മിസ് ചെയ്യേണ്ട വെച്ചിട്ട് നമ്മളിങ്ങനെ സ്മോൾ ടോക്സ് ഒക്കെ രീതിയിൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ സംസാരിച്ചു തുടങ്ങിയപ്പോ ഞാൻ ഇവരോട് ചോദിച്ചു, are you guys on vacation എന്ന് ചോദിച്ചു. അപ്പൊ ഇവരിങ്ങനെ മുഖത്തൊക്കെ നോക്കിയാണ്ട് മേ ബി വി ക്യാൻ സേ ദാറ്റ് അങ്ങനെയുള്ള രീതിയിലൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവരോട് ചോദിച്ച് ലൈക്ക് എവിടുന്നാണ് നിങ്ങൾ എന്ന് ചോദിച്ചു. അപ്പം ഈ ആള് പറഞ്ഞ് ഞാന് US എന്നാണ്. US പ്രോബബ്ലി ഒരു മോസ്റ്റ് 90% 95% ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇവനെപ്പോഴും ഫിലിപ്പീനോസിനെ കളിയാക്കിയിട്ട് ഇവന് 55 പറയാ. അപ്പം അപ്പൊ 95% ഇവര് ഡേറ്റിങ്ങോ മാരീഡോ എന്തെങ്കിലുമൊക്കെ, പ്രോബബ്ലി ഡേറ്റിംഗ് ആയിരിക്കും. ഇവളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇവൻ US വന്നതൊക്കെ ഞാൻ അങ്ങ് അസ്യൂം ചെയ്തു. ഇവരൊരു ബോഡി ലാംഗ്വേജും കാര്യമൊക്കെ വെച്ചിട്ട് അങ്ങനെ. അപ്പൊ ഇയാള് പറഞ്ഞു, അപ്പൊ ഞാൻ ചോദിച്ചു ഏതാണ് ബെറ്റർ, US ആണോ കാനഡ ആണോ ചോദിച്ചു. അപ്പൊ മൂപ്പര് ഓഫ് കോഴ്സ് കാനഡ, ഞാൻ കാലിഫോർണിയ എന്നാണ് വരുന്നത്. അപ്പം വെതർ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ കാലിഫോർണിയ പ്രിഫർ ചെയ്യും, പക്ഷെ ബാക്കി അല്ലാതെ നോക്കുകയാണെങ്കിൽ എനിക്ക് കാനഡയാണ് ഇഷ്ടം എന്നൊക്കെ പറയും. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ ആദ്യമായിട്ടാണ് ഒരാൾ US പോയ ആൾക്കാരൊക്കെ, എനിക്ക് തോന്നുന്നത് ഇമിഗ്രൻസ് ഒക്കെ US ആണ് ബെറ്റർ, ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന ഇമിഗ്രൻസിനോടാണ് പൊതുവെ ഉണ്ടാവാറ്. പക്ഷെ ലോക്കൽസ് മേ ബി തിങ്ക് കാനഡ ഇസ് ബെറ്റർ എന്നാവും.
അങ്ങനെ ഓരോ സംസാരങ്ങളൊക്കെ ഇങ്ങനെ വന്നു. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന്, അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്, ഞങ്ങൾ ഇവിടെ 8 മാസമായിട്ടുള്ള വന്നിട്ട്, ഞങ്ങൾ ഇന്ത്യന്നാണ്, ഡു യു ഗൈസ് ഹാവ് പ്ലാൻ ടു വിസിറ്റ് ഇന്ത്യ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇവരിങ്ങനെ ഞങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇന്ത്യനെ കുറിച്ച് ഘോര പറഞ്ഞു. അതായത് ഒരുപാട് കൾച്ചേഴ്സ് ഉള്ളതാണ്, ഒരുപാട് ലാംഗ്വേജ് ഉള്ളതാണ്, ഫുഡ്, നിങ്ങൾക്ക് സ്നോ ഏരിയ വേണമെങ്കിൽ അതുണ്ട്, ഡെസേർട്ട് വേണമെങ്കിൽ അതുണ്ട്, ഗ്രീനറി വേണമെങ്കിൽ അതുണ്ട്, റിവേഴ്സ് ഓഷൻ വേണമെങ്കിൽ അതുണ്ട്, എല്ലാ ഒരു എവറിത്തിങ് ഇൻ എ നട്ട്ഷെൽ വേണമെങ്കിൽ അതുണ്ട്, എല്ലാം അതും അടങ്ങുന്ന ഒരു കൺട്രിയുള്ള രീതിയിലൊക്കെ ഇങ്ങനെ കുറെ പറഞ്ഞു. പിന്നെ ഞാൻ ഇവരോട് ചോദിച്ചു what do you do for a living എന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞ് ഞാന് ഇപ്പം നഴ്സിംഗിന് പഠിക്കാണ്, ടു ബിക്കം എ നേഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ കൂൾ എന്നൊക്കെ ഇങ്ങനെ മെയിൽ നേഴ്സ്, PR ആകാശിനെ പോലെ. എന്നിട്ട് എന്താ നമ്മൾ ആവേശം വേറൊരു ക്യാരക്ടർ അങ്ങനെ ഇങ്ങനെ സംസാരിച്ചു. ഇങ്ങോട്ട് മൂപ്പര് പറഞ്ഞേ ഞാൻ ആദ്യം ഒരു ടീച്ചറായിരുന്നു, പിന്നെ എനിക്ക് ആ ജോബ് ഇങ്ങനെ കുറെ കഴിഞ്ഞ് പിന്നെ ഒരു ചേഞ്ച് വേണം എന്നൊക്കെ തോന്നിയപ്പോഴാണ് ഞാൻ നഴ്സിങ്ങിന് ജോയിൻ ചെയ്തത്. എനിക്ക് ആൾക്കാരെ സെർവ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് നഴ്സിങ്ങിന് ജോയിൻ ചെയ്തെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ മൂപ്പര് പറഞ്ഞു ഞാൻ ഹൈസ്കൂളിൽ സയൻസ് ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്, എസ്പെഷ്യലി കെമിസ്ട്രി ആൻഡ് ബയോളജി. അപ്പൊ ഞാൻ ചോദിച്ചു were you the cool teacher or the strict teacher എന്നൊക്കെ ചോദിച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞ് I was kind of both because when I started teaching, അതായത് ഇങ്ങേര് പഠിപ്പിക്കാൻ തുടങ്ങിയ ടൈമില് ഇങ്ങേര് 23 വയസ്സുണ്ടായിരുന്നുള്ളൂ. 23-ാം വയസ്സിലാണ് മൂപ്പര് പ്രായം. അതെ, നമ്മുടെ പ്രായം. ഞാനും അപ്പൊ അതാ മൂപ്പരോടാണ് 23 now. അപ്പൊ 23-ാം വയസ്സിലാണ് മൂപ്പര് ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ മൂപ്പർക്ക് ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞാൽ 17-18 വയസ്സുള്ള പിള്ളേരാ. അപ്പൊ മൂപ്പര് ഇങ്ങനെ നോക്കുമ്പോ എന്റെ 5 വയസ്സിനൊക്കെ ഇളയതാ. അപ്പൊ എനിക്ക് അങ്ങനെ സ്ട്രിക്റ്റ് ആവാനും പറ്റില്ല, പക്ഷെ ഭയങ്കര ലീനിയന്റ് ആയാലും അപ്പൊ ആ രീതിയിലാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് എനിക്ക് ആ ജോബ് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു, നല്ല സെറ്റിൽഡ് ജോബ് ആയിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് മൂപ്പര് ഈ നഴ്സിംഗിന് പഠിക്കാൻ കയറിയെന്ന് പറഞ്ഞത്. സോ വൈ ഐ ടോൾഡ് ദിസ് സ്റ്റോറി, കാരണം എന്താന്നുള്ളത് ഞാൻ ഇത് മൊത്തം അനലൈസ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായ സംഭവം എന്തായാലും, ഞാൻ വീണ്ടും നമ്മള് ഇന്ത്യൻസ് ആണ്, നമ്മൾ വളർന്നു വന്ന കൾച്ചർ ഡിഫറൻസ് ആണ്. അപ്പൊ നമ്മള് ഇൻസ്റ്റന്റ്ലി നമ്മൾ എന്താ ചെയ്യാ, നമ്മളെ കൾച്ചറായിട്ടാണല്ലോ കോൺട്രാസ്റ്റും കമ്പയർ ഒക്കെ ചെയ്യാ. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, നമ്മളെ നാട്ടിലൊക്കെ ഒരു 24-25 വയസ്സിലൊക്കെ ഒരാൾക്ക് ഒരു ജോലി സെറ്റായി, ഒരു സെറ്റിൽഡ് ജോബാണെങ്കിൽ ഒരു പ്രോബബ്ലി ഒരു ലൈഫ് ലോങ് ആ ഒരു ജോബിൽ പോകും, അല്ലെങ്കിൽ ആ ജോബിൽ നിന്ന് ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ എന്നൊക്കെ ആ ഒരു ഫീൽഡ് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ പോകും. പിന്നെ ഇനിയിപ്പം നമ്മളെ നാട്ടില് ഒരാൾക്ക് ഒരു 30 വയസ്സൊക്കെ ആയി, 30-ാം വയസ്സിൽ മുമ്പേക്ക് തോന്നുക ഈ ജോബ് സംഭവം ഫുൾ കരിയർ കിട്ടുന്നുണ്ട്, എല്ലാം ഒക്കെ അടിപൊളിയാണ്, പക്ഷെ എനിക്ക് ഈ ഒരു കരിയർ ചേഞ്ച് ചെയ്യണം, ഞാൻ ഈ ഒരു കോഴ്സ് പഠിക്കാൻ പോവാന്നൊക്കെ വിചാരിച്ചാല് പോകുന്നവരുണ്ട്, പക്ഷെ വളരെ റെയർ. കാരണം എന്താന്ന് വെച്ചാല് നമ്മളൊരു 26-27 ഒക്കെ ആകുമ്പോഴത്തേന് ജോലിയൊക്കെ സെറ്റ് ആയത് തന്നെ നമ്മളെ അവിടെ പറഞ്ഞാല് കല്യാണം എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ വരും. കല്യാണം കഴിഞ്ഞാല് നമുക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റിന്റെ ഇടയിൽ നമുക്ക് ഈ റിസ്ക് എടുക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ അവര് ഹാപ്പി ഓർ അൺഹാപ്പി ഈ ഒരു ഇതായിട്ട് അങ്ങനെ പോകും, പ്രൊമോഷൻ കിട്ടും. അതുപോലെ തന്നെ നമ്മളെ പേരൻസിനെ റിട്ടയർ ചെയ്യണം, പേരൻസിനെ നോക്കണം. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ കരിയർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അൺസർട്ടൻസി ആണെങ്കിൽ, നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ പേരൻസിനെ എങ്ങനെ നോക്കും, അതെ, ഇങ്ങനൊക്കെ പലതുണ്ട്. പക്ഷെ നേരെ മറിച്ച് വൈറ്റ് കൾച്ചർ നോക്കുമ്പോ ഇങ്ങനെ ജോബ് ഫുൾ സെറ്റിൽഡ് അല്ല. ആള് ഒരു ഹൈസ്കൂൾ ടീച്ചറായിരുന്നു, അടിപൊളി ജോബിലാ, പക്ഷെ ഇയാൾക്ക് കുറെ കാലം അത് ചെയ്ത് ആരും മടുപ്പ് വന്നപ്പോ കരിയർ ചേഞ്ച് പറഞ്ഞതായി. മൂപ്പർക്ക് എന്തായാലും 30+ ഉണ്ട്, പക്ഷെ മൂപ്പർക്ക് ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ട ആവശ്യമില്ല. 40s ഇതൊക്കെ കഴിഞ്ഞ് സെറ്റിൽ ആയിട്ട് ഇനി കല്യാണം കഴിച്ചാൽ മതി. മതി. അതെ, അതാ ഞാൻ അങ്ങനെ ആലോചിക്കും, ഇവര് നമ്മള് ഫ്രീഡം വൈസ് അവർക്ക് ഭയങ്കര അധികം ഫ്രീഡം ഉണ്ട്. ശരിയാണ്, നമുക്ക് ഫ്രീഡം ഉണ്ട്, പക്ഷെ നമ്മളെ പുൾ ബാക്ക് ചെയ്യുന്നത് നമ്മളെ കൾച്ചറൽ കമ്മിറ്റ്മെന്റ്സ് ആണ്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇത് അതിന്റെ പോസിറ്റീവ്. എൻഡ് ഓഫ് ദ ഡേ ലാസ്റ്റ് ഇപ്പൊ വൈറ്റ് കൾച്ചർ ഒക്കെ ആകുമ്പോ തന്നെ എന്താ, ഇവര് ലാസ്റ്റ് പ്രായമാകുമ്പോ ഇതേപോലെ തന്നെ ഇയാൾക്ക് പ്രായമായി, ഇയാൾക്ക് ചിലപ്പോ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ മക്കൾ അവരേതായ ഇൻഡിപെൻഡന്റ് ലൈഫായിട്ട് പോയിട്ടുണ്ടാകും.
നമ്മള് പ്രായമാകുമ്പോ നമ്മളെ നോക്കാൻ നമ്മളെ കൂടെ മക്കള്, പേരമക്കള്, എല്ലാരും കൂടെ ഉണ്ടാകും. ഇവര് ലാസ്റ്റ് എൻഡ് ആകുമ്പോഴേക്ക് ഇവരൊരു ഓൾഡ് ഏജ് ഹോമിൽ ഇവര് തന്നെ സ്വയം അങ്ങ് അഡ്മിറ്റ് ആയിട്ട് ഇവര് എന്താ മക്കളെ കൂടെ നിൽക്കുക, മക്കൾക്ക് അതൊരു ബുദ്ധിമുട്ടാകില്ലേ, മക്കൾക്ക് അവരെ ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ ഒരു റെസ്ട്രിക്ഷൻ ആവില്ല എന്ന് വിചാരിച്ചിട്ട് അവര് അത് ചെയ്യില്ല. ഇത് ചിലവർക്ക് ചിലപ്പോ ലൈഫ് ഓഫ് ഫ്രീഡം ആയിട്ട് എൻഡില് കുറച്ച് സഫർ ചെയ്തിട്ട് ഓൾഡ് ഏജ് ഹോമിൽ നമ്മൾ ഒറ്റപ്പെട്ട് ലോൺലിനെസ്സിൽ ജീവിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ചിലവർക്ക്, അതായിരുന്നു അവർ ചൂസ് ചെയ്യാം. ചിലവർക്ക് യങ് ഏജ് അവര് കുറച്ചൊന്ന് സാക്രിഫൈസ് ചെയ്താലും ഓൾഡ് ഏജ് ഫുൾഫിൽഡ് പീസ്ഫുൾ ആയിട്ട് മക്കളൊക്കെ ഉണ്ടായി നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ, അത് നല്ല കുടുംബം ഉണ്ടെങ്കിലും കേട്ടോ, അങ്ങനെ ചെയ്യാന്നുള്ള ഇതായിരിക്കും. പേഴ്സണൽ പ്രിഫറൻസിനനുസരിച്ചിരിക്കും. എനിക്ക് തോന്നുന്നത് ഹ്യൂമൻ ബീങ്സ് ആർ സോഷ്യൽ ആനിമൽസ്. സോ എൻഡ് ഓഫ് ദ ഡേ നമ്മള് കുറച്ച് സാക്രിഫൈസസ്, ഇപ്പൊ മാരേജ് എന്ന് പറയുമ്പോൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്കൊരു പാർട്ട്ണറിനെ കിട്ടുകയാണ്, നമുക്കൊരു എണ്ണയെ കിട്ടുകയാണ്. പിന്നെ ഇറ്റ്സ് ഓൾ അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ്. അതായത് എന്തായാലും നമുക്ക് ഒരിക്കലും നമ്മൾ സാക്രിഫൈസ് ചെയ്ത് നമ്മളെല്ലാത്തിനും ഒത്തിണങ്ങിയ ഒരു പാർട്ട്ണർ കിട്ടും എനിക്ക് തീരെ വിശ്വാസമില്ല. എന്തായാലും അറ്റ് സം പോയിന്റ്സ് നമ്മൾ എന്തായാലും അല്ലറ ചില്ലറ അവിടെയും ഇവിടെയൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിന് കിട്ടുന്ന ഔട്ട്കംസ് പറഞ്ഞാൽ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോ നമ്മളെ ഈ ഒരു പാർട്ട്ണറിന്റെ കൂടെ ഉണ്ടാകുന്ന മൂമെന്റ്സ് കിട്ടുന്ന സന്തോഷങ്ങള്, അല്ലെങ്കിൽ നമ്മൾ ഈ ക്ഷീണിച്ചു വരുമ്പോ ഇങ്ങനെ പപ്പ പപ്പ എന്നൊക്കെ പറഞ്ഞ മക്കള് നമ്മളെ അടുത്ത് ഓടി എനിക്ക് ആനിമൽ ഓർമ്മ വരുന്നത്, എന്റെ മൈൻഡ് അങ്ങനെയുള്ള ആ ഒരു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജീവിക്കുന്ന രീതിയിലാണ്. അതെ, രണ്ട് കോൺട്രാസ്റ്റ്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന നമുക്കൊരു ഫാമിലി ലൈഫ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഫുൾഫിൽമെന്റ് തരിക. ഈ റെസ്പോൺസിബിലിറ്റി, കുറെ ആൾക്കാർ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഹാപ്പിനെസ് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് മാക്സിമം റെസ്പോൺസിബിലിറ്റീസിനെ മാക്സിമം അവോയ്ഡ് ചെയ്യാം. എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് റെസ്പോൺസിബിലിറ്റി ആണ്, ഐ ജസ്റ്റ് വോണ്ട് ടു എൻജോയ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ അങ്ങനത്തെ ആൾക്കാരാണ് ലൈഫിൽ ഏറ്റവും അൺഹാപ്പി ആയിട്ടുള്ളത്. നമുക്ക് ശരിയാണ്, നമ്മൾ ഹാപ്പിനെസ് അതൊക്കെ തേടി പോകണം. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ലൈഫ് ഓഫ് ഹെഡനിസം, അതായത് ഫുള്ള് പാർട്ടി ക്ലബ്സ് ഇങ്ങനത്തെ പറയാ അല്ല ആ വേർഡ് ഹെഡനിസം, ഞാൻ അത് ചോദിച്ചതാ, ഞാൻ കളിയാക്കി ചോദിച്ചതോ അത് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഹെഡനിസം പുതിയൊരു വാക്ക്. ഈ പാർട്ടി ഫുൾ കൂത്താടി നടക്കണവരോ, കൂത്താടിയല്ല, അത് നമ്മുടെ പ്ലെഷർ, എൻജോയ്മെന്റ്, ഹാപ്പിനെസ്, ഈ കാര്യങ്ങളെ ഭയങ്കര അധികം പ്രയോറിറ്റൈസ് ചെയ്ത് അതാണ് നമ്മളുടെ കോമ്പസ് എന്നുള്ള രീതിയിൽ ലൈഫ് ജീവിക്കുന്ന ആൾക്കാരാണ് ഹെഡനിസ്റ്റിക് പാത്ത് എന്നൊക്കെ പറയാം. അതായത് ചിലപ്പോൾ ഫുൾ ലാവിഷ് ലൈഫ് ആയിരിക്കാം, മെറ്റീരിയലിസ്റ്റിക് ലൈഫ് ആയിരിക്കാം, ഫുൾ പാർട്ടീസ്, ഗാംബ്ലിങ്, ആൽക്കഹോൾ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാര്, അങ്ങനെ ജീവിക്കുന്ന ആൾക്കാര് ഹാപ്പിനെസ് പ്രയോറിറ്റൈസ് ചെയ്ത് അവര് ലാസ്റ്റ് അൺഹാപ്പി ആവുക ചെയ്യുന്നത്. എന്നാൽ അതേസമയം ചില ആൾക്കാരുണ്ട് അവരുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, അതിൽ നിന്ന് ഫുൾഫിൽമെന്റും ഹാപ്പിനെസ്സും കണ്ടുപിടിക്കുമ്പോൾ അവർക്ക് അവരുടെ ഡെയിലി ലൈഫിൽ കുറെ സ്ട്രെസ്സും സ്ട്രെയിനും ഇതൊക്കെ ഉണ്ടാകും. ബട്ട് എൻഡ് ഓഫ് ദ ഡേ അവര് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവര് ഹാപ്പി ആൻഡ് ഫുൾഫിൽഡ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതെ, പിന്നെ ഈ ഫാമിലി കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴാണ് എനിക്കൊരു സന്തോഷ വാർത്ത അറിയിക്കണം. എനിക്ക് ഓൾറെഡി അറിയാം, എന്റെ ഫാമിലി കുറച്ചും കൂടി ഒന്ന് ചെറുതായിട്ട് വളർന്നു. ഞാന് ഫൈനലി ഒരു അങ്കിളായി, അങ്കിൾ സമീർ. അതായത് എന്റെ കാക്ക മാരീഡ് ആയിരുന്നു. അപ്പൊ റീസെന്റ് കാക്കക്ക് ഒരു കൊച്ചുണ്ടായി, എനിക്കൊരു നെഫ്യൂ ഉണ്ടായി. എന്റെ പേരൻസ് ഫസ്റ്റ് ആയിട്ട് ഗ്രാൻഡ് പാരന്റ്സ് ആയി, ഞാൻ അങ്കിളായി. എന്റെ കാക്ക ഒരു ഫാദറായി. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഇവന്റെ ഓരോ പൊട്ട കളികൾ കണ്ടാലല്ല ഞാൻ ഈ വളർന്നത്. ഇവനൊരു ഫാദറൊക്കെ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെന്താ, എനിക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിയലൈസേഷൻ ഹിറ്റ് ചെയ്ത് എന്താന്ന് വെച്ചാല്, അതായത് ഇവര് പ്രഗ്നന്റ് ആണെന്നൊക്കെ അറിഞ്ഞപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ അത്രക്ക്, അതായത് കുട്ടി വരുന്നു, അതിപ്പം ഡസന്റ് ഗോണ ചേഞ്ച് എനിത്തിങ് എന്നൊക്കെ ഉള്ള രീതിയിലേ ഞാൻ വിചാരിച്ചത്. പക്ഷെ കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കുട്ടീന്റെ ഫോട്ടോ ഉമ്മ എനിക്ക് അയച്ചു തന്നപ്പോള് ഫോട്ടോ നോക്കിയപ്പോ എന്റെ കാക്കന്റെ അതേമാതിരി, അതെനിക്കറിയില്ല. പക്ഷെ കാക്കന്റെ അതേ മൂക്ക്, കാക്കന്റെ അതേ ചുണ്ട്. പ്രത്യേകിച്ച് ഈ ഞാൻ ജനിച്ച ഉടനെ കുട്ടി ഉപ്പനെ പോലെ ഉണ്ട്, കുട്ടി ഉമ്മനെ പോലെ ഉണ്ട് പറയുന്നതിന് എതിരെ മനസ്സിലാവുക. പക്ഷെ ഇത് വൺ എവിഡന്റ്. അതായത് സയാൻ വരെ ഫോട്ടോ നോക്കി ഉടനെ പറഞ്ഞു, ഇത് സയാനിന്റെ, അതായത് എന്റെ കാക്കന്റെ പേര്,
അമീറിന്റെ അതേമാതിരി തന്നെയാണ്, മൂക്ക് ചുണ്ടൊക്കെ അതേമാതിരിയാ. എന്നിട്ട് ഞാൻ അങ്ങനെ ഫോട്ടോ നോക്കുമ്പോ സ്വന്തം ബ്ലഡ് ആണല്ലോ നെഫ്യൂ. ഞാൻ അങ്ങനെ നോക്കിയിട്ട് ഞാൻ അങ്ങനെ മനസ്സില് ഈ ഒരു കൊച്ചിന് വേണ്ടി എന്റെ ജീവൻ വരെ കൊടുക്കാൻ വേണ്ടിയ. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും, ഈ ഫാമിലി ബ്ലഡ് ബോൺസ് എന്ന് പറഞ്ഞാല് അതായത് ഇറ്റ് വിൽ മേക്ക് us ഡു ഇൻസെയിൻ തിങ്സ്. വേറൊരു ഇപ്പൊ ഒരു പെട്ടെന്നുണ്ടായ ഒരു ചെറിയ കുട്ടിന്റെ നോക്കിയാണ്ട് ഒരിക്കലും ഞാൻ ചിലപ്പോ അങ്ങനെ പറയില്ല. പക്ഷെ ഇത് എന്റെ കാക്കന്റെ വന്ന ഒരു കുട്ടി എന്നുള്ളതില് ഞാൻ റെഡി ആണെന്നുള്ളത്. കൺഗ്രാറ്റുലേഷൻസ് അമീർ സയാനിക്ക. എന്റെ ഉമ്മ പഠിപ്പിച്ചതാ സെമീറിന്റെ കാക്കനെയോ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ ഉമ്മ പ്രാവശ്യം ആൻസർ ഷീറ്റ് എന്തോ കറക്റ്റ് ചെയ്യായിരുന്നു എക്സാമിന്റെ. അപ്പൊ ഞാൻ അടുത്തുണ്ടായിരുന്നു, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ എന്റെ ഉമ്മ നോക്കിട്ട് അമീർ സയാനി. അപ്പൊ എന്നോട് തന്നെ നോക്കി പേര് സയാനി, എന്റെ ഒരു സയാനി. പിന്നീട് ഫ്യൂച്ചറിൽ അത് സെമീറിന്റെ കാക്കയായിരുന്നു. എന്തായാലും അവരെ കോയിൻസിഡൻസ്. ചെങ്ങായി ഒരു അടിപൊളി ബിഗ് ബ്രദർ ആയിരുന്നു. കാരണം ഇവര് ഈ കാർ കൾച്ചർ ഭയങ്കരമായിരുന്നല്ലോ സൗദിയിൽ. അപ്പൊ നീ ഒരു പോഡ്കാസ്റ്റ് പറഞ്ഞിട്ടില്ലേ, സഹീനും ഫ്രണ്ട്സും 11th അങ്ങനെ ആരും വലിയ കാറൊന്നും എടുക്കൂല ഫെയർവെല്ലിന്, സ്കൂൾ ഫെയർവെല്ലിന്. അപ്പം ജസ്റ്റ് ഇനിയിപ്പോ പുതിയ ആൾക്കാർ ആരെയുണ്ടെങ്കിൽ, അല്ലെ നമ്മളെ പഴയ എപ്പിസോഡ് കേൾക്കാത്ത ഒരാളുണ്ടെങ്കിൽ ഞാൻ പറയാണ്, നമ്മൾ സൗദിയിലെ സ്കൂൾസിൽ ഫെയർവെൽ വെച്ചാല് ഫെയർവെൽ കൾച്ചർ ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ ബോയ്സ് എല്ലാവരും അടിപൊളി എക്സ്ട്രാ വെഗൻ കാർസ് റെന്റ് ഔട്ട് ചെയ്യും. 12th ഗ്രേഡ് ഉള്ളവർ, അതായത് ഈ BMW ഒക്കെ വെറുതെ നോർമൽ കാർസ് എന്ന് പറഞ്ഞാൽ മെർസിഡീസ്, ഔഡി, BMW, പിന്നെ ലാംബോർഗിനി, റോൾസ് റോയ്സ്, ജി വാഗൺ, ഫെരാരി ഇതൊക്കെ ഉണ്ട്. അപ്പം 11th സ്റ്റുഡൻസ് ഫെയർവെൽ അങ്ങനെ ഒന്നും കാറൊന്നും എടുക്കൂല. അപ്പൊ എന്റെ ബ്രദർ 11th എടുത്തതാ. അതേപോലെ എന്റെ കാക്ക 10th കഴിഞ്ഞാണ്ട് നാട്ടിക്ക് പോവാൻ ഫുൾ പ്ലാൻ ചെയ്ത. അപ്പൊ 10th 10th ആയപ്പോ ചങ്ങായി BMW 5 Series ഓനും എന്റെ ഫ്രണ്ടും കൂടി കമറും വേറൊരു സെക്കൻഡ് 3-4 പേര് കൂടിയാണ്ട് റെന്റ് ഔട്ട് ചെയ്ത്. എന്നിട്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു. എന്നിട്ട് ഇവന് അന്ന് എനിക്ക് മദ്രസ ഉണ്ട് അന്ന്. അപ്പൊ മദ്രസക്ക് ഇങ്ങനെ BMW ആയിട്ട് വന്ന് ചെയ്യാനൊക്കെ. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ BMW കാരണം അന്ന് BMW ഒരു ബിഗ് തിങ് ആയിരുന്നു. ഇപ്പോഴും ആണ്. എന്നിട്ട് പിള്ളേരൊക്കെ ഇങ്ങോട്ട് എനിക്കും സംഭവം മനസ്സിലാവണില്ല. ഞാനും ഇവരെ കൂട്ടത്തിലാണ് BMW. അതിലിട്ട് എന്റെ കാക്ക ഇങ്ങനെ BMW ഇറങ്ങി വരുന്നു. ഇങ്ങോട്ട് ഇങ്ങനെ കുറച്ചേരം ഉണ്ടാക്കി കയറി. അപ്പൊ തന്നെ ഫുൾ ചർച്ച, പിറ്റത്തെ ആഴ്ചത്തെ ഞാൻ മദ്രസിലൊക്കെ ചെന്നപ്പോ എന്റെ കാക്ക. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു ബിഗ് ബ്രദർ ആയിരുന്നു. അപ്പം അവനിപ്പോ മാരേജ് ഒക്കെ കഴിഞ്ഞ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ആയി. അതെ, ഹാപ്പി ഫോർ ദം. എനിക്കൊരു കാര്യത്തിൽ 100% ഉറപ്പുണ്ട്, സെമീറിന്റെ കാക്ക ഡിസിപ്ലിനറി ഡാഡും സെമീർ കൂൾ അങ്കിളും ആയിരിക്കും. ആ ഒരു ഡൈനാമിക് ആണ് ഇവന് ഉണ്ടാവുക. ഇവന് ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് കിട്ടുന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതെ, ആദം ബിൻ സയാനി കാക്കന്റെ പേര്. അപ്പം ഞാൻ ഇതേപോലെ പിള്ളേര് കുട്ടി ഉണ്ടായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ വിളിച്ചിരുന്നു. അതായത് എൻ്റെ ജിദ്ദയിലുള്ള 3-4 ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ വിളിച്ചപ്പോൾ ഞാൻ ഇവരോട് ഇങ്ങനെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇവരോട് പറഞ്ഞ് 20 years later നമ്മുടെ ഒരു പാർട്ടിക്ക് ചെക്കനെ കൊണ്ടുവരണം, നമ്മളെ 40s നമ്മളെ റേഞ്ച് വരെ കാണിച്ചു ഉള്ള രീതിയിലൊക്കെ ഹോപ്പ്ഫുള്ളി അങ്ങനെയൊക്കെ ആവട്ടെ. കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഡ്രഗ്സ് അങ്ങനെയൊക്കെ തേടി പോകുന്ന ആൾക്കാർ. അങ്ങനെ ഞാൻ ആ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഞാൻ ഇപ്പോൾ അടുത്താണ് മനസ്സിലാക്കിയത്, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും കേസിൽ ഓവർഡോസ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണെങ്കിൽ അവർക്ക് ഓവർഡോസാന്ന് മനസ്സിലായാലും അവർ നമ്മൾ അഡ്മിറ്റ് ചെയ്യില്ല അത്ര. കാരണം അത് പോലീസ് കേസ് വല്ലതോ ആകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ പിന്നാലെ കുറെ കോംപ്ലിക്കേഷൻസ്, കുറെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇതാവില്ല അത്ര. അതുകൊണ്ട് വല്ല കാരണവശാലും ഓവർഡോസ് ആയാൽ നമ്മൾ അവരോട് ഓവർഡോസ് ആയതാന്ന് അറിയിക്കാൻ പാടില്ലല്ലോ, വേറെ എന്തോ പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ കൊടുക്കാൻ പാടുള്ളൂല്ലോ. അതാണോല്ലോ ബുദ്ധി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ ഡ്രഗ്സിനെതിരാണ്. ഞാൻ ഒരിക്കലും ഡോണ്ട് ഡു ഡ്രഗ്സ്, നെവർ ഈവൻ ട്രൈ, ഡോണ്ട് ഈവൻ ഗോ അറൗണ്ട് ഇറ്റ് എന്നൊക്കെയാണ് ഞാൻ പ്രീച്ച് ചെയ്യുന്നത്. ബട്ട് ജസ്റ്റ് ഇൻ കേസ് അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു രീതി ഞാൻ പറഞ്ഞു തരാമെന്നുള്ളൂ. എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? അതായത് നമ്മൾ ഓവർഡോസ് ആണെന്ന് അവരെ അറിയിക്കാൻ പാടില്ല അത്ര.
പക്ഷെ അവര് കാരണം എന്റെ കാക്കാന്റെ സഹീന്റെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു പയ്യൻ ഇതേപോലെ ഓവർഡോസായി മരിച്ചിരുന്ന അത്ര. അപ്പൊ സഹീൻ അത് ഫുള്ള് നേരിട്ട് കണ്ട. അപ്പൊ സഹീൻ എന്നൊക്കെ പറഞ്ഞു തന്നതാണ്. എൻ്റെ അമ്മോ, ഞാനും ഇതേപോലെ ഒരു ഇൻസിഡന്റ് കേട്ടിരുന്നു. അതായത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഇതേപോലെ മഷ്റൂം എന്തോ ട്രൈ ചെയ്ത് ഭയങ്കര ട്രിപ്പിയായി വേറെന്തോ റിയാലിറ്റിയിലെത്തിയിട്ട് ചെങ്ങായി ബ്രിഡ്ജിന്റെ മുകളിൽ ചാടിയിട്ട് മരിച്ചു. ഞാൻ അങ്ങനെ ആലോചിക്കാം, ബ്രോ എന്തല്ലേ. അതെ, സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര റിസ്കിയാണ്. എന്താ സംഭവിക്കാൻ നമുക്കറിയില്ല. ദർ ഇസ് എ വെരി സ്മോൾ പോസിബിലിറ്റി ഓഫ് ഡെത്ത്. അപ്പം ട്രൈ ടു സ്റ്റേ അവേ. ലൈഫിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട് എൻജോയ് ചെയ്യാൻ. അത് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ എൻജോയ് ചെയ്യാന്ന് വന്നപ്പോൾ റിസ്ക് എന്ന് പറഞ്ഞപ്പോൾ നീ പുല്ലാരിയിലേക്ക് സ്കൂട്ടി ആയിട്ട് വന്നോ, നിനക്ക് ഓർമ്മയുണ്ടോ? 10ാം ക്ലാസ്സിലത് ഞാന് സമ്മർ വെക്കേഷന്റെ ഞാന് എന്താ നാട്ടിലേക്ക് പോയപ്പോ അതിന്റെ 2 വർഷം മുന്നാണ് സെമീറും ഞാനും അങ്ങ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആകുന്നത്. അതിനുശേഷം ഞാൻ എന്നിട്ട് നാട്ടിലേക്ക് പോയപ്പോ വെക്കേഷൻ പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് സെമീറിന്റെ വീടും എന്റെ ഉമ്മന്റെ വീടും ഒരു 2 കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളൂ. അതെ, അപ്പൊ എന്റെ ഫസ്റ്റ് വെക്കേഷൻ നോയിങ് സെമീർ ഇസ് ക്ലോസ് ബൈ. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം. രണ്ടുപേരും നാട്ടിലുള്ള ടൈം. മറ്റേത് പൊതുവെ എന്റെ എല്ലാ ഫ്രണ്ട്സും പല പല സ്ഥലത്താണ് നാട്ടിലുണ്ടാവുക. അപ്പൊ നമ്മൾ സമ്മർ വെക്കേഷൻ നാട്ടിലേക്കാണ് പോയാൽ പിന്നെ സൗദിയിലെ ഫ്രണ്ട്സിനെ ഒന്നും കാണില്ല. അതെ, പിന്നെ എനിക്ക് ഐ ഗസ് ഇവർക്കാർക്കും ഇവരെ നാട്ടില് ഫ്രണ്ട്സ് ഇല്ല. എനിക്ക് പിന്നെ നാട്ടിലും ചങ്ക് കൊടുത്ത കരള് കുറച്ച് തരുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. കമ്മട്ടിപ്പാടൊക്കെ പക്ക ലോക്കൽ ഫ്രണ്ട്സ്, അടിപൊളിയാ. അപ്പൊ ഞാന് നാട്ടിലെത്തിയ ഞാൻ വൻ ഹാപ്പിയാ. ഞാൻ അവരുടെ കൂടെ എന്റെ ഫുൾ കസിൻസിന്റെ കൂടെ. എന്റെ ഉമ്മന്റെ സൈഡ് ഫുൾ ആൺകുട്ടികളാണ്, കസിൻസ് പെൺകുട്ടികൾ കുറവാ. എന്റെ ഉപ്പന്റെ സൈഡ് ഫുൾ പെൺകുട്ടികളാണ്, കസിൻ സിസ്റ്റേഴ്സ് ആണ്. അപ്പം മറ്റേ കസിൻ ബ്രദേഴ്സ് ആകുമ്പോൾ ഫുൾ കാർ എടുക്കുക, ബൈക്ക് എടുക്കുക, ഇറങ്ങുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ നമ്മളെ നാടായോണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് വൈബ് ഉണ്ടാവുക. അപ്പൊ സെമീറിനെ ഞാൻ നാട്ടിലെത്തിയ ആ എക്സൈറ്റ്മെന്റ്, സെമീറും നാട്ടിലെത്തി വെക്കേഷൻ നാട്ടിൽ നിന്ന് നമ്മള് മീറ്റ് ചെയ്യാമോ ജിങ്ക ചിലാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സെമീറിനെ വിളിച്ച്. അങ്ങനെ സെമീർ എന്റെ പുല്ലാരയാണ് എന്റെ ഉമ്മന്റെ വീടിന്റെ സ്ഥലം. അപ്പൊ പുല്ലാരയിലേക്ക് അത്താണിക്കൽ നിന്ന് സെമീർ വന്നു. അതെ, സെമീർ സ്കൂട്ടിയിലൊക്കെ വന്നു. അത്താണിക്കൽ. അതെ, അങ്ങനെ സെമീർ സ്കൂട്ടിയിൽ വന്നു. സെമീറിനെ കണ്ടു. അങ്ങനെ ഞാൻ എന്റെ ഉമ്മന്റെ ആൻസെസ്ട്രൽ ഹോമായ വീട് ഞാൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ നിൽക്കുമ്പോ സിമിലാരിറ്റി എന്താന്ന് വെച്ചാല് എന്റെ ഉമ്മക്കും ഇവന്റെ ഉമ്മക്കും പണ്ട് ഉണ്ടാക്കിയിരുന്ന ഒരു വീടായിരുന്നു. അതായത് എൻ്റെ ഉമ്മന്റെ വീട് പറയുന്നത് അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാക്കിയൊരു വീട്, 1946 ബിൽറ്റ്. എന്റെ ആ തറവാട് ഏത് ഇയറാന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആ ടൈമിൽ 47 years old എന്തോ ആയിരുന്നു. പിന്നാണ് ഇവരതും അതേപോലെ തന്നെ ഒരു മാളിക പോലത്തെ വീട് പോലത്തെ സംഭവം. ഞങ്ങളതും അതേ, അതൊക്കെ ഓരോ ചിന്ന ചിന്ന കോയിൻസിഡൻസ്. അപ്പൊ അങ്ങനെ നിക്കാം. അപ്പൊ അങ്ങനെ നിന്നപ്പോ സെമീർ എന്നിട്ട് എന്നെ സ്കൂട്ടിയിൽ കൊണ്ടുപോകാൻ നിൽക്കാണ്. നമുക്ക് എങ്ങോട്ടേലൊക്കെ പോവാം. സെമീറിന്റെ പിന്നെ നാട് കുറച്ചുകൂടെ അറിയാം. ലോക്കൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായതുകൊണ്ട്. നമ്മളെ ഏരിയന്ന് മിനിയൂട്ടി എന്ന് പറയുന്ന സ്ഥലം വളരെ നിയർ ബൈ ആ. അപ്പം സ്കൂട്ടറിലൊക്കെ മിനിയൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ട്. ഞാൻ അങ്ങോട്ട് നിന്നെ കൊണ്ടുപോകാം. നിനക്ക് ഈ സ്ഥലങ്ങളൊന്നും അറിയില്ലല്ലോ, എനിക്കിതൊക്കെ പരിചയമാണ്. ഞാന് നാട്ടിലെ ഈ ചെക്കന്മാരെ കൂടെ നടന്നാണ്ടാണ് നാട്ടിലുള്ള എല്ലാ കുളങ്ങളും ഇതേപോലത്തെ സ്ഥലങ്ങളും നാട്ടിലൊരു ഹൗ ടു ലിവ് ഇൻ കേരള എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു തന്നത്. അപ്പൊ അങ്ങനെ നിൽക്കാം. അങ്ങനെ സെമീർ, അപ്പൊ ഞാൻ ഇങ്ങനെ ഉമ്മനോടൊക്കെ പറയാം, ഞാൻ ഉമ്മനോട് ഇങ്ങനെ പറയണം, സെമീർ ഇങ്ങനെ സ്കൂട്ടി ആയിട്ട് വന്നിട്ട് ഞാൻ സെമീറിന്റെ കൂടെ പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞു. അപ്പം എന്റെ ഉമ്മ ചോദിച്ച് അതിന് സെമീറിന്റെ അടുത്ത് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സെമീർ എന്റെ അടുത്ത് സ്റ്റുഡൻസ് ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇന്ത്യയിലില്ല. സൗദിയില് നമുക്ക് 16.5 വയസ്സായാലും സ്റ്റുഡൻസ് ലൈസൻസ് കിട്ടും. അപ്പൊ ഞാൻ എന്റെ ഉമ്മക്ക് ഇത് അറിയില്ല, സെമീറിന് അറിയാം. സെമീർ എന്റെ അടുത്ത് സ്റ്റുഡൻസ് ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ ഓക്കെ പറഞ്ഞു. അപ്പൊ ബാക്കിന്നൊരു വാതിൽ ഇങ്ങനെ തോന്നിട്ട് ഒരാള് അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇല്ലല്ലോ നോക്കുമ്പോ എന്റെ അങ്കിള് എന്റെ അമ്മാവൻ മൂപ്പരാണ് രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ആളാണ്. അപ്പൊ സെമീർ അല്ല മറ്റേ എല്ലുള്ള മറ്റേ ലേണിംഗ്
റിക്കവറി 100 ആക്കാൻ നോക്കി. അങ്ങനെ ഞങ്ങള് പോയി. അങ്ങനെ നമ്മള് മിനി ഊട്ടി പോയി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മള് മറ്റേ ഞാൻ സ്കൂട്ടിയിൽ ബാക്കിൽ ഇരുന്ന് സേവനെ കൊണ്ടുവന്നു, നമ്മള് വീഡിയോ എടുക്കുന്ന ഫുൾ എപ്പോഴും ഉണ്ട്. അതെ, ഞാനൊരു മഞ്ഞ കൊളംബിയന്റെ ജേഴ്സി ആയിരുന്നു. ഞാന് സ്പ്ലാഷിന്റെ ഒരു ടീഷർട്ട് ഇട്ടിട്ട് 2016 വേൾഡ് കപ്പിൽ കൊളംബിയന്റെ ഹോം ജേഴ്സി ആയിരുന്നു എന്റെ അന്നത്തെ ഔട്ട്ഫിറ്റ്. എന്റെ ടീഷർട്ടിന് ഹൂ വാട്ട് വെൻ വേർ വൈ എന്ന് എഴുതിയിരുന്നു. ഹൂ നമ്മൾ വാട്ട് നമ്മൾ പോകുന്നു, വേർ മിനി ഊട്ടി 2016 വൈ ഫോർ വൈബ്സ് എല്ലാം എന്തോ പഠിച്ച എഴുതി വെച്ചതോ. അതെ, അപ്പൊ അന്നൊന്നും സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല ഞാൻ സെമീറോടെ കാനഡയിൽ ഇരുന്നിട്ടായിരിക്കും ഈ സംസാരം. അതെ, ഞാൻ ഇന്നിങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ, മറ്റേ വണ്ടികൾ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പം വണ്ടി ഇവിടെ എന്ന് വെച്ചാല്, നാട്ടിൽ എങ്ങനെയാന്ന് വെച്ചാല്, നമ്മളൊരു വണ്ടി വാങ്ങിയാല് ആ വണ്ടിക്ക് പുതിയൊരു ലൈസൻസ് പ്ലേറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. വണ്ടി വിൽക്കുമ്പോൾ അതിന്റെ കൂടെ ആ ലൈസൻസ് പ്ലേറ്റും പോകും. പക്ഷെ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പം എനിക്കൊരു ലൈസൻസ് പ്ലേറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, എന്റെ ലൈസൻസ് പ്ലേറ്റ് KL10 SR 666 ആണ് വിചാരിക്കുക എന്റെ ലൈസൻസ് പ്ലേറ്റ്. ഇതൊന്നും ഞാൻ മേടിക്കോട്ടെ നാട്ടിലെത്തിയാല്. ഇവിടെ KL10 SR 666 ആണ് എന്റെ നമ്പർ പ്ലേറ്റ് വിചാരിക്കുക. അപ്പൊ ഞാൻ വണ്ടി സെല്ല് ചെയ്യുമ്പോ ഞാൻ ആ നമ്പർ പ്ലേറ്റ് വണ്ടി വന്ന് ഊരും. എന്നിട്ട് ഞാൻ പുതിയ വാങ്ങണ വണ്ടിമേല് ആ നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യും. അപ്പൊ ഈ നമ്പർ പ്ലേറ്റിന് എപ്പോഴും ഒരു ഓണർ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഞാൻ, അല്ലെങ്കിൽ നമുക്ക് നമ്പർ പ്ലേറ്റ് അടക്കം വിൽക്കാം. അല്ലെങ്കിൽ അങ്ങനെ പറ്റുമോ? ഓക്കെ, അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് അടക്കം വിൽക്കാം. അപ്പം ഞാൻ ഇന്നിങ്ങനെ കാണുമ്പോൾ, അതായത് ഇവന്റെ അടുത്ത് ആദ്യം ഒരു ഹോണ്ട സിവിക് ആയിരുന്നു. അപ്പൊ സിവിക്കിന്റെ നമ്പർ പ്ലേറ്റ് ആണ് ഇവരെ പുതിയ വണ്ടിമേലുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഇവർക്ക് വേറൊരു വണ്ടി ഉണ്ട്, എക്ലിപ്സ് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, മറ്റേ ഇവരെ ഫസ്റ്റ് ഇവന്റെ വണ്ടി നിർത്തി ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് ഇവരെ വണ്ടി. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കുക, ഈ നമ്പർ പ്ലേറ്റ്സിന് വല്ല ജീവനൊക്കെ ഉണ്ടെങ്കിൽ ഈ എക്ലിപ്സിന്റെ നമ്പർ പ്ലേറ്റ് ഈ ഇവരെ പുതിയ വണ്ടിമുള്ള നമ്പർ പ്ലേറ്റിനോട് പറയുണ്ടാവും, എവിടെ ഉണ്ടായിരുന്നു സിവിക്ക് വരെ നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നെ. അപ്പൊ ഈ അന്ന് എക്ലിപ്സ് ആ സുപ്രീമസി. അപ്പൊ എക്ലിപ്സിന്റെ നമ്പർ പ്ലേറ്റ് ഇവരോടൊക്കെ പറയും, എവിടെ ഉണ്ടായിരുന്നു, ഇത്രയൊക്കെ ഉള്ളൂല്ലോ ലൈഫ്, ഒരു നിമിഷം മതി ലൈഫ് മാറിയാല്. ഞാനങ്ങനെ ആലോചിക്കായിരുന്നു. കോടി. പിന്നെ ഈ കാറിന്റെ ടോപ്പിക്സ് ഒക്കെ വന്നോണ്ട് ഞാൻ പറയണം വിചാരിച്ചൊരു ടോപ്പിക്കാണ്. എന്നെ റിലേറ്റഡ് അല്ല, ഒരു എഡ്യൂക്കേഷണൽ ടോപ്പിക്കാ. ഞാൻ വളരെ റിസർച്ച് വളരെ റീസെർച്ച് ചെയ്ത് വെച്ചൊരു എഡ്യൂക്കേഷണൽ ടോപ്പിക്കാണ്. അതായത് ഈ ലെക്സസ് ടൊയോട്ട ഓൺ ചെയ്യുന്ന ബ്രാൻഡാണല്ലോ. അപ്പൊ ഈ ലെക്സസിന്റെ പേര് ഉണ്ടാവാനുള്ള കാരണത്തിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവര് ആദ്യം സാധാ കാറുകൾ ജപ്പാനിൽ വിറ്റു തുടങ്ങി. പിന്നെ ഇവര് പ്രീമിയം കാർസ് ഉണ്ടാക്കിയാണ്ടും വിറ്റു തുടങ്ങി. അങ്ങനെ ജപ്പാനിലും US-ലും ഒക്കെ ഈ കാറുകൾ വിറ്റു പോകുന്നുണ്ട്. പക്ഷെ ഇവരെ പ്രീമിയം കാറും ഇവരെ സാധാ കാറും തമ്മില് ഒരു ഡിഫറൻസും കാര്യമൊന്നും വരുന്നില്ല. കാരണം അതും ടൊയോട്ട എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ പോവാണ്. അപ്പൊ ഇവരെ മാർക്കറ്റിംഗ് ടീം മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് ഇവര് പറഞ്ഞു, നമ്മള് വാട്ട് ക്യാൻ വി ഡു, നമ്മളെ ഇത് സെയിൽസ് അപ്ഗ്രേഡ് ചെയ്യാൻ, പ്രീമിയം കാർ സെറ്റ് ആക്കാൻ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ വിചാരിച്ച്. അപ്പം ഇവര് പറഞ്ഞ് എല്ലാവർക്കും വേണ്ടിയത് ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി ആണ് പ്രീമിയം കാർ വരുമ്പോ. കാരണം ഇപ്പം സാധാരണ കാറാണെങ്കിൽ ഈ ഏത് വണ്ടി ഓടിക്കണോ വെച്ചാല് നമ്മൾ പറയും, ഞാനൊരു ഹോണ്ട സിവിക്ക ഓടിക്കണേ, അല്ലെങ്കിൽ ഞാനൊരു മാരുതി സ്വിഫ്റ്റ് ഓടിക്കണേ. പക്ഷെ വലിയ കാറിലോട്ട് എത്തുമ്പോ, വാട്ട് കാർ ഡു യു ഡ്രൈവ്? ഐ ഡ്രൈവ് എ ലാംബോർഗിനി. വാട്ട് കാർ ഡു യു ഡ്രൈവ്? ഐ ഡ്രൈവ് എ ബുഗാഡി. അങ്ങനെയാണ് പറയാം. പിന്നെ ബ്രാൻഡായി, പിന്നെ വണ്ടിന്റെ സ്പെസിഫിക്കേഷൻസ് ഒന്നും പറയില്ല. അപ്പൊ ഇവർക്ക് മനസ്സിലായി എന്താ ഒരു സെപ്പറേറ്റ് നെയിം കണ്ടെത്തണം എന്നുള്ള മനസ്സിലായി. അപ്പൊ ഇവര് പേരിങ്ങനെ ആലോചിച്ചപ്പോ നമുക്ക് എന്താണ് എക്സ്പോർട്ട് ചെയ്യാനുള്ളത്? ലക്ഷറി കാർസ്. നമുക്ക് ഏതാ നമ്മളെ ടാർഗറ്റ് മാർക്കറ്റ്? US. അങ്ങനെയാണ് ഇവര് ആ പേരിലെത്തിയത്, ലെക്സസ് എന്നുള്ളത്. ഏതാണ് സ്റ്റോറി? അത് കേട്ടപ്പോ ഞാൻ അതേപോലെ നിസാന് ഇൻഫിനിറ്റി ഉണ്ട്, ഹോണ്ടക്ക് ആക്യുറ ഉണ്ട്, ഫോർഡിന് ലിങ്കൺ ഉണ്ട്.
അതേപോലെ ശരിയാ. ഏതാ സ്റ്റോറി. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ എപ്പിസോഡ് എൻഡ് ചെയ്യാണ്. ദിസ് ഹസ് ബീൻ യുവർ ഫേവറേറ്റ് ഹോസ്റ്റ് റയാൻ സാക്കിർ. ക്യാമറ പോയതാ സമീർ റോഷൻ. Sorry guys. मेरे को वापस भी जाना है. Cute. സോഫക്ക് വന്നപ്പോള് ലാഘവത്തോടുള്ള ഇരുത്തം. King Kong clear your whole home. Your bestie, we got it. ഓക്കെ ബസ്. Adam baby. ആഡം ബേബി. Mastani, Binshni. മസ്താനി ഒഴിവാക്കിയേ. ഓക്കെ അല്ല എന്നല്ലേ വരൂ.